ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ രുചികരമായിട്ടുള്ള നല്ല അടിപൊളി ഒരു മീൻകറിയാണ്. ഈ ഒരു നല്ല വറുത്തരച്ച മീൻകറിയെ എങ്ങനെയാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുത്തതെന്ന് എല്ലാവരെയും കാണിച്ചു തരാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ മീൻകറി തയ്യാറാക്കാനായിട്ട് ഞാൻ എന്താ ഒരു 700 ഗ്രാം അളവിൽ തിരണ്ടി മീനാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം ദശകട്ടി ആയതുകൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്താണ് വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ സ്ഥാനത്ത് ഏത് ദശകട്ടിയുള്ള മീനും നമുക്ക് ഈ രീതിയിൽ കറി വയ്ക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ഞാൻ എന്താ ഒരു ചൂടായ ചട്ടിയിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ വേണോട്ട് ഒഴിച്ചു കൊടുക്കാൻ. ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് 1 കപ്പ് അളവിൽ തേങ്ങാ ചിരവിയത് ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലെയിമൊക്കെ ഒന്ന് കുറച്ച് വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ തേങ്ങ ഒന്ന് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് കളർ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 3 ചെറിയുള്ളി ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ ഇതിലേക്ക് ഇതേപോലെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. 2-3 അല്ലി വെളുത്തുള്ളിയും കൂടി കട്ട് ചെയ്യാതെ തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് വയ്ക്കുക, അല്ലെങ്കിൽ തേങ്ങ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. ഇനി ഒരു 2 ടീസ്പൂൺ അളവിൽ കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ പൊടിച്ച കുരുമുളകാണെന്നുണ്ടെങ്കിൽ നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുന്ന ടൈമിൽ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എല്ലാം ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം ഒരു 2.5 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ തന്നെ സാധാരണ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. രണ്ടും കൂടി നമ്മളിതുപോലെ ചേർത്ത് കൊടുത്താൽ അത്യാവശ്യം എരിവും കിട്ടും, അതുപോലെ നല്ല ഒരു കളറും കിട്ടും. ഇനി കാശ്മീരി ചില്ലി പൗഡർ വേണ്ടാന്നുണ്ടെങ്കിൽ സാധാരണ മുളക് പൊടി തന്നെ എടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി പൊടികളെല്ലാം ഇതുപോലെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ആ ഒരു പൊടികളും കൂടി ഒന്ന് കുക്കായാൽ മാത്രം മതി. കുറച്ച് കറിവേപ്പിലകളും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഞാനിതൊന്ന് ആറാനായിട്ട് വെക്കുവാണ്. ആറിയ ശേഷം നന്നായിട്ട് നമുക്കൊന്ന് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കണം. വെള്ളം ഒഴിക്കാതെ തന്നെ അരയ്ക്കാൻ നോക്കുക. നന്നായിട്ട് അരഞ്ഞില്ലെങ്കിൽ ഒരല്പം വെള്ളം മാത്രം ചേർത്ത് ഫൈനായിട്ടൊന്ന് അരച്ച് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മളുടെ കറി അങ്ങ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് മൺചട്ടിയാണ് ഞാനൊന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുള്ളത്. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വറുത്തരച്ച മീൻകറി ആയതുകൊണ്ട് തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇതുപോലെ ചേർത്ത് കൊടുത്താൽ. ഇത് വേണ്ടെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഉലുവ നന്നായിട്ടൊന്ന് പൊട്ടിയ ശേഷം നമുക്കൊരു 1/2 ടീസ്പൂൺ അളവിൽ കടുകും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പില ഒന്ന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ വറുത്ത് അരച്ച് വെച്ചിരുന്ന ഒരു കൂട്ടി ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം മാത്രം ചേർത്താണ് ഞാൻ അരച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിട്ട് കൊടുത്ത ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അരപ്പ് ഓൾറെഡി കുക്ക്ഡാണ്, അപ്പോൾ നമുക്കിത് വീണ്ടും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. വറുത്തരച്ച കറി ആയതുകൊണ്ട് തന്നെ ആ ഒരു നല്ല കളറ് നിലനിർത്താനായിട്ട് നമ്മളിതിലേക്ക് ചൂടുവെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇതുപോലെ തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മീൻ കഷ്ണങ്ങൾ അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളത്തിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ ഇപ്പോൾ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ ഒപ്പം നിൽക്കണം കേട്ടോ. വെള്ളം ഇല്ലയെന്നുണ്ടെങ്കിൽ ആ ഒരു മീൻ കറക്റ്റായിട്ട് വെന്ത് വരുമ്പോഴേക്കും വെള്ളം കൂടുതലാണെങ്കിൽ പിന്നെ അത് വറ്റി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ ആ ഒരു കഷ്ണങ്ങളങ്ങ് പൊടിഞ്ഞു പോകും. കറിയൊക്കെ അങ്ങ് കുറുകി ആകെ കുളമായി പോകും. അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കാം. അതിനുശേഷം ഇതേപോലെ ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്ക് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കണ്ട. ഇതുപോലെ ഒന്ന് പതുക്കെ ചുറ്റിച്ച് കൊടുത്താൽ മതി. വെച്ചിട്ട് ഇളക്കി കൊടുത്താൽ ചിലപ്പോൾ പൊടിഞ്ഞു പോകും. അപ്പോൾ നമ്മളിതുപോലെ ചുറ്റിച്ച് കൊടുത്താൽ മാത്രം മതി. ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. ആ ഒരു പുളിയും കാര്യങ്ങളൊക്കെ പിടിച്ച് വന്നപ്പോൾ ഒരല്പം ഉപ്പ് കുറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ അല്പം ചേർത്ത് കൊടുത്തു. ഇനി ഇത് ഒന്നുകൂടി ഒന്ന് വറ്റി വന്നാൽ മാത്രം മതി. ഒത്തിരി അങ്ങ് വറ്റിച്ചൊന്നും കളയണ്ട. ഇത് നല്ല കറക്റ്റ് പരുവാണ്. നന്നായിട്ടൊന്ന് ആറി വരുമ്പോഴേക്കും കറി ഒന്നുകൂടി കുറുകി വരും. അപ്പോൾ അതിൻ്റെ പേരിൽ നമുക്ക് കുറച്ച് വേപ്പില ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുത്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞ നല്ല അസല രുചിയിലുള്ള ഒരു കിടു മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം ഇതിൻ്റെ ടേസ്റ്റ് എത്രത്തോളാണെന്നുള്ളത്. ഇരിക്കും തോറും ഈ ഒരു മീൻകറിയുടെ രുചി ഒന്ന് കൂടും. കപ്പയ്ക്കും ചോറിനും എന്തിൻ്റെയും കൂടെ സൈഡായിട്ട് കഴിക്കാൻ പറ്റിയ നല്ല കിട്ടിലൻ മീൻകറിയാണ്. വീഡിയോ കാണുന്നതിനിടയിൽ നമ്മളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനലിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ബട്ടണിൽ പ്രസ് ചെയ്യുമ്പോൾ വരുന്ന ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ടല്ലോ, അതൊന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ഓൺ ചെയ്തിട്ടാലേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ കറക്റ്റായിട്ട് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. അപ്പോൾ അതും കൂടി മറക്കാതെ ഒന്ന് ചെയ്യുക. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയാനും മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം.